ഫാന്റസി വേൾഡ് വിത്ത് സിജോ ജസ്റ്റിൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ. അതായത് കൂവപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ കൂവപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂവ നേരത്തെ പറിച്ചു കൊണ്ടുവന്ന് ചെത്തി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മഞ്ഞക്കൂവയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണിത്. അപ്പോൾ ഇതിൻ്റെ പൊടി എടുത്തിട്ടാണ് നമ്മൾ മരുന്നിനായിട്ടും അതുപോലെ ഭക്ഷണമായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. കുഞ്ഞുമക്കൾക്കൊക്കെ കുറുക്കൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്ന് എന്തൊക്കെ ആവശ്യമൊന്നും പറഞ്ഞുതരാം കേട്ടോ. ഇത് അരയ്ക്കാൻ പോവാ ഞങ്ങൾ. പണ്ടൊക്കെ നമ്മൾ വീട്ടിലായിരുന്നു കേട്ടോ അരയ്ക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മുടെ അടുത്തിവിടെ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അരച്ച് തരും. അപ്പോൾ പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ അരയ്ക്കാൻ വേണ്ടി പോവുകയാണേ. രണ്ട് ബക്കറ്റ് ഞങ്ങൾക്ക് സാധനം ഉണ്ട് കേട്ടോ. 2 ബക്കറ്റ് ഉണ്ട്. ഫുള്ള് മഞ്ഞക്കൂവ തന്നെയാണേ. മഞ്ഞക്കൂവ നീലക്കൂവയൊക്കെ ഉണ്ട്. പണ്ട് ഞങ്ങളുടെ വീട്ടിലെന്നു വെച്ച് കഴിഞ്ഞാൽ പാട്ട വെട്ടിയിട്ട് ആണിക്ക് തുളയ്ക്കും, എന്നിട്ട് കുത്തിയിരുന്ന് അരയ്ക്കുമായിരുന്നു. അന്നേരം കൈയൊക്കെ പോവും. ഇപ്പം മെഷീനായിട്ടോ, അതുകൊണ്ട് സുഖമാണ്. ഇപ്പൊ ഇത് പണ്ടൊക്കെ എല്ലാവരും അരയ്ക്കുമായിരുന്നു. ഇപ്പൊ ആരും തന്നെ അങ്ങനെ അരയ്ക്കൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞങ്ങളൊരു ഇത് അരച്ചു കൊണ്ടുവരുമ്പോ തേങ്ങില്ലെന്ന് വെച്ചാൽ 1 ബക്കറ്റ് കൂടി എടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഇവിടെയാണ് കേട്ടോ ഞങ്ങള് കൂവ അരയ്ക്കാൻ വേണ്ടി വന്നത്. വീട്ടിലാണ് കൂവ അരച്ചു തരുന്നത്. ഇവിടെ അതിന്റെ മെഷീനൊക്കെ ഉണ്ട്. ഇവിടെ ഇവര് കൂവപ്പൊടി ഉണ്ടാക്കി വിൽക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഉണ്ട് മെഷീൻ. ഇതിപ്പോ എത്ര 23 രൂപ എത്രയാന്ന് പറഞ്ഞേ? 23 കിലോയ്ക്ക് 10 രൂപ അല്ലേ? അപ്പൊ എത്ര 230 രൂപ ശരിയാണോ? 23 വെച്ച് 10 രൂപ കുളം ആവുമോന്നല്ലേ? ഇത് മണ്ണിൽ പെടുത്തിട്ട് നിരത്തിയതാ. പോയി ഗൈസ്, വെള്ള മുണ്ടും പോയി. പുതിയ മുണ്ട് പുതിയ ഷർട്ടാട്ടോ എന്ന് ഞാൻ പറഞ്ഞതാണേ. മൊത്തം കുളമായി. പുതിയതല്ലെങ്കിൽ ഞങ്ങള് പൂവയൊക്കെ അരച്ച് വീട്ടിലോട്ട് പോവാട്ടോ. ഇനി ബാക്കി പരിപാടികളൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഇനിയുണ്ട് പരിപാടി, ഒരുപാടുണ്ട്. ഇനിയാണ് പരിപാടി.
ഇതെന്നാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നെ. ഇതോ ഇതിനകത്ത് പൊടിയുണ്ട്. അപ്പം ആ പൊടി കിട്ടണമെങ്കിൽ നമ്മളിത് കലക്കി ഇത് അരച്ച ചണ്ടിയല്ലേ? നരച്ച് തരും. അതിനകത്ത് വെള്ളം ഒഴിച്ച് കലക്കണം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി. ഇത് ബ്യൂട്ടിയാണോ? മുഖത്തൊക്കെ തേക്കണം. എനിക്ക് ഇതൊക്കെ അരക്കണല്ലേ. അങ്ങനെടുത്ത് പുറത്തിടാം അങ്ങനെ കിട്ടുന്ന ചണ്ടി. ഇനി എന്നാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? ചണ്ടി ഇടാനല്ലേ? ശരിക്കും തോർത്തിൽ അങ്ങ് പിഴിഞ്ഞാൽ പോരെ? ഞങ്ങൾ പണ്ട് തോർത്തിൻ്റെ അകത്തായിരുന്നു പിഴിഞ്ഞത്. അപ്പം പെട്ടെന്ന് അങ്ങ് നീര് പിരിച്ചങ്ങോട്ട് ഇടും. അവസാനം പിഴിയാം. അങ്ങോട്ട് ഞെക്കി ഞെക്കി വിട്. ഇങ്ങനെ പിഴിഞ്ഞോണ്ട് നിന്നിങ്ങനെ തീരും. ഇത്രയും പായസമാക്കിയല്ലേ പറ്റിയത്. ഞങ്ങൾ ഇച്ചിരി വെള്ളം വെച്ചിട്ട് ആക്കുള്ളൂ. ചേട്ടാ ഏതായാലും മൊത്തത്തിൽ കൂവയ്ക്കകത്ത് കുളിച്ചിരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ കയ്യിൻ്റെ ഒക്കെ കളറൊക്കെ മാറിപ്പോയി കേട്ടോ. അതെ, മീൻ പിടിക്കുക. ഇപ്പം പിഴിഞ്ഞ് ഇതിപ്പോൾ ഞങ്ങൾ അവസാന ഘട്ടത്തിലെ പിഴിച്ചിലാട്ടോ കാണുന്നത്. ഇപ്പം പ്ലെയിൻ വെള്ളമൊക്കെ നല്ല ഇതുണ്ടോ കട്ടിയൊക്കെ കുറഞ്ഞു. അതായത് 100 കുറഞ്ഞതിൻ്റെ. ആദ്യം ഞങ്ങൾ പിഴിഞ്ഞത് ഇത്രയേ ഫസ്റ്റ് പിഴിഞ്ഞതാട്ടോ. 2 ബക്കറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഊറി കിട്ടണം. ഇത് ചണ്ടി കൊണ്ടേ കളഞ്ഞില്ല. ഇതുവരെ ആകെ ഇത്രയല്ലേ ഉള്ളൂ. ഒരു 1.5 ബക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അരച്ചോണ്ട് വന്നപ്പോൾ പിഴിഞ്ഞ് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം ഇനി ഒരു കുറച്ചുകൂടെ പിഴിയാണ്ട്. എൻ്റെ കയ്യിലൊന്നും ഇല്ലല്ലോ. സാധനം കാണിച്ചത് സാധനം ഇതാണ് സാധനം. അവസാനം പിഴിഞ്ഞ കേട്ടോ. അതിനകത്തും ഉണ്ട്. നമ്മളെന്തായാലും ഈ കൈ കൊണ്ടല്ലേ പിഴിയുന്നത്. നമ്മൾ പിഴിയുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പം എത്ര ആയാലും അതിനകത്തുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പരീക്ഷിച്ചിട്ടില്ലാത്തവരൊക്കെ ഇതുപോലൊക്കെ പരീക്ഷ നോക്കണം. പിന്നെ ഈ കൂവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സമയത്തും അനുസരിച്ച് പൊടി കൂടുതൽ ഇട്ടു കേട്ടോ. മടുത്തു കേട്ടോ. കൈയിൻ്റെ ഒക്കെ പിടുത്തം വിടും. ഒരു വെള്ള തോർത്തായിരുന്നു, ഇപ്പം മഞ്ഞ തോർത്തായിരുന്നു. പച്ചവെള്ളമൊന്നുമില്ല, പിഴിഞ്ഞെടുത്ത് തന്നെയാണ്. പിന്നെ ഉപയോഗിക്കുന്ന നല്ല വൃത്തിയുള്ള വെള്ള തോർത്ത് ഉപയോഗിക്കണം. അത് ഈ കളറായി കിട്ടും. അത് തന്നെ കളർ മുക്കിയെടുക്കാം. നല്ല വൃത്തിയുള്ള തോർത്ത് ഉപയോഗിക്കും. നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ. പിഴിയാന്ന് പറഞ്ഞാൽ കൈയിൻ്റെ അടപ്പാണ് കത്തി. ഇതിപ്പോൾ നമ്മൾ അരച്ചോണ്ട് വന്നുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സമയവും കഷ്ടപ്പാടും ലാഭമുണ്ട്. പിന്നെ പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പിഴിഞ്ഞ മുഴുവൻ പാൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് സെക്കൻഡ് പിഴിയാം. പാലല്ല വെള്ളം. ഒരുപാട് ലോഡ് കൂടിക്കഴിഞ്ഞാൽ പിഴിയാൻ പണിയാം. ജസ്ന ഊടായിപ്പ. ജസ്നെ ഊടായിപ്പ. ജസ്നെ കൈ പനകാൻ പറ്റുന്നില്ല പിഴിഞ്ഞ്. അവർക്ക് പറ്റിയതാണെന്ന് പറഞ്ഞ് മാറാലോ. പിന്നെ അത് നടക്കില്ല. ഇല്ല ഇപ്പം എന്നാലും കാണിച്ചില്ലേ പറ്റുള്ളൂ. തൊട്ട് കുടുങ്ങിയല്ലോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ കുറച്ച് മഞ്ഞൾ പറിച്ച് പുഴുങ്ങി ഉണങ്ങാനിട്ടതാ കേട്ടോ, പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി കിട്ടാൻ. അരച്ചു. ഇനി പിഴിയണം. എന്നിട്ട് വെയിലത്ത് വെക്കണം. അത് കഴിയുമ്പോൾ അതിൻ്റെ പൊടി അടിയിൽ ഊറും. അപ്പോൾ മുകളിലുള്ള വെള്ളം മറിച്ച് കളയണം. ഇതാണോ മഞ്ഞൾ ഉണ്ടാക്കേണ്ട സാധനം? ഇതിലേതാ മഞ്ഞള്? നിനക്ക് പനിയല്ലേ? അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇനി എപ്പോഴും വരക്കാത്ത കെട്ടിയിടാൻ പറ്റും. എന്തോന്നു ഒരു പനിയാണെന്ന് അറിഞ്ഞില്ല. ഒരുപാട് ടൈറ്റാക്കല്ലേ, മാറ്റാൻ പറ്റില്ല. കൈ വേണ്ട കാണി. വേറൊരു പരിപാടി നടക്കില്ല. ഉള്ള ഫുള്ള് പിഴിഞ്ഞെടുക്കപ്പോ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് അവസാന കട്ട ഇതുപോലെ ഗൈസ്. ഇനി ആകിയല്ല കേട്ടോ, മടുത്തതുണ്ടോ വെള്ളം തെളിഞ്ഞേക്കുന്നു. ഇച്ചിരി ഉണ്ടാവുള്ളൂ കേട്ടോ, പറയുന്ന മാത്രമേ ഒന്നും ഉണ്ടായില്ല. ഇത് ഇനി എടുത്ത് അരയ്ക്കാനുണ്ടായപ്പോൾ 2 ബക്കറ്റ് ഉണ്ടായിരുന്നു. അരച്ച് വന്നു കഴിഞ്ഞപ്പം 1.5 ബക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം കഴിഞ്ഞപ്പം ചെറിയ ബക്കറ്റിന് കഷ്ടി 1 ബക്കറ്റ് ഉണ്ടല്ലോ. ചണ്ടി
മഞ്ഞത്തറുത്ത് പുതിയ വെറൈറ്റി കണ്ടെടുത്ത്. എന്ത് നല്ല ഭംഗിയുള്ളതായിരുന്നു കയ്യേറലെന്നറിയോ. ഇതൊക്കെ ഇങ്ങനെ ആയി പോവേ. അതിലും വേഗം കാശ് കൊടുത്ത് വാങ്ങാം. പിന്നെ ഒറിജിനൽ കിട്ടിയല്ല, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പണിക്ക് മനസ്സിട്ടെ. അപ്പം നമ്മുടെ കൂവ ഇന്ന് ഊറ്റി കളഞ്ഞതാട്ടോ. ഇത് ഊറ്റിയിട്ടതേ ഇരിക്കുന്നു. അതിനടിയിൽ ഊറിയ പൊടിയാണ്. അപ്പോൾ അത് കലക്കുക കേട്ടോ. ഇങ്ങനെ ഒരു കുറച്ച് ദിവസം ഇങ്ങനെ ഏകദേശം വെള്ളം തെളിയോളം വെക്കണം. പ്രോസസ് ഉണ്ട്. അതുകൊണ്ട് മഞ്ഞളിൻ്റെ കളർ കണ്ടോ മൊത്തം. ഞാൻ പൊടിയൊക്കെ പോയി വെള്ളയല്ല മഞ്ഞ കളർ തന്നെ ആയിരിക്കും കേട്ടോ. മഞ്ഞക്കൂവിയാണ്ട് മഞ്ഞപ്പൊടി ആയിരിക്കും. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും തുവെള്ളയാക്കിയില്ലെങ്കിൽ ചൊവയുണ്ടാവും. കുഴപ്പമൊന്നുമില്ല. ഉണ്ട്. ഒരുപാട് മഞ്ഞ ഉണ്ടെങ്കിലേ കുഴപ്പമുള്ളൂ. കുറച്ച് മഞ്ഞ ഉണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. രാവിലെ ഇതുപോലെ വെള്ളം ഊറ്റിക്കളയുക. അപ്പം ഇതിന് അടിയിൽ ഇങ്ങനെ ഊറി കിടക്കും കേട്ടോ. ഇന്ന് ഇച്ചിരി വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പം നാളെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അല്ല നീ ഇതിങ്ങനെ കലക്കി വെക്കുക. അപ്പം നേരെ ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ മതിയോ? കയ്യേലുള്ള കഴി ഒഴിച്ചു. കയ്യേലുണ്ട് ആ പൊടി. ഇതുകൊണ്ട് തന്നെ വെച്ചാൽ ഇതിൻ്റെ അത് വെച്ചാൽ ഏത് അതവിടെ ഇരുന്നോട്ട് ഇനി ഇങ്ങോട്ട് കൊണ്ടുപോകാനാ? നമ്മൾ കലക്കി വെച്ച എല്ലാ ബക്കറ്റിലേയും കൂടെ അടിയിൽ ഊറിയതെല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കിയതാട്ടോ. ഇപ്പം നിലവിൽ ഒരൊറ്റ പാത്രത്തിലാക്കിയിട്ടുണ്ടേ. എന്താണെന്നറിയത്തില്ല, പൊന്തി വരുന്നുണ്ട്. ചേട്ടാ വൈകുന്നേരം ഊറ്റിയല്ല ഇവിടെ നോക്കട്ടെ. അങ്ങനെ കൂവെള്ളം ഊറ്റും കേട്ടോ. ഈ അടിയിൽ കാണുന്ന കേട്ടോ ആ മഞ്ഞ കളർ പോകണം. ഇങ്ങനെ തീർത്ത് പോകണം. വേസ്റ്റ് വെള്ളം അതേ പോകുന്നു. ആ പോട്ടെ, പോയി തീരട്ടെ. പോയി തീരാനുള്ളതാണ്. നിങ്ങൾ വിട്ടു. ഈ മഞ്ഞ ഫുള്ള് പോയി കിട്ടണം കേട്ടോ. ഈ മണ്ടയിൽ ഊർന്ന് ഇത് കണ്ടോ, അത് പോവോളം നമ്മൾ വെള്ളം മാറ്റണം. ആ ഊറ്റി വിട്ടേ ഇങ്ങോട്ട്. ചാടിപ്പോല്ലേ, കുറച്ച് പോവും. അടി തെളിഞ്ഞായിരിക്കണം അല്ലേ? അതുണ്ടല്ലോ, ഇതുണ്ടോ അടി നല്ല ടൈറ്റാട്ടോ. കാണിച്ച് ഇതാണ് നമ്മുടെ മുതൽ. അതിങ്ങനെ പോയി ഇളക്കി മഞ്ഞവെള്ളം മൊത്തം കളയണം. ഇച്ചിരി പണിയുണ്ട് കേട്ടോ സംഭവം. ഈ കാണുന്നത് ഉണ്ട്, ഈ കറ മൊത്തം പോകണം. മൊത്തം പോയി തീരണം. തന്നെ അലത്തി അതുണ്ടോ. ഇളക്കി വിടുന്ന ഇത് നല്ല പണിയാട്ടോ. ഒന്ന് മാന്തി പറിക്കണതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഉറച്ച് കിടക്കും. അത് മാത്രമല്ല കൈയുടെ ഗ്ലാമറൊക്കെ പോയിട്ടോ. അതുണ്ടോ മഞ്ഞ കളർ ആയതുണ്ടോ. ഇതിങ്ങനെ ആക്കിയിട്ട് പിന്നെ ഈ വെള്ളം പോകരുതേ. ഈ മൂത്രത്തിപ്പഴുപ്പൊക്കെ ഉണ്ടാകുന്നവർക്കൊക്കെ നല്ലൊരു മരുന്ന് കേട്ടോ അത്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മരുന്ന് വാങ്ങുന്നേക്കാളൊക്കെ എഫക്റ്റ് സംഭവം. പിന്നെ ഒറിജിനൽ കിട്ടാൻ പണിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മെനക്കെട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂവയുള്ളവരൊക്കെ കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാലും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഗുണമുണ്ടാവുമേ. ചൂട് പറിച്ചു കഴിഞ്ഞാൽ ഇത് ഇളകി കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് അതുപോലെ ഇരിക്കും. അങ്ങനെ പൊടി മൊത്തം കലക്കി കേട്ടോ. ഇപ്പോൾ കണ്ടോ മൊത്തത്തിൽ മഞ്ഞ കളറായി. ഇനി ഇത് ഈ മുകളിൽ കണ്ടോ ഒരു ചുവപ്പ് കളർ കണ്ടോ, ഇതൊക്കെ പോയി നല്ലോണം തെളിഞ്ഞ് വരണം. നമ്മൾ വെള്ളം കലക്കി കഴിഞ്ഞാലല്ല ഊറിയിരിക്കുന്ന സമയത്ത് നല്ല വെള്ളം തെളിഞ്ഞ് വരണം. ആ ഒരു ലെവലാകുന്ന വരെ ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പം അങ്ങനെ നമ്മുടെ കൂവ ഇപ്പം ഇന്നിപ്പോൾ 6ാമത്തെ ദിവസം കേട്ടോ. കൂവ അരച്ചിട്ട് നമ്മൾ വെള്ളം ഊറ്റി 6ാമത്തെ ദിവസം ഏകദേശം തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പം മഞ്ഞ കളർ തോന്നുള്ളൂ. കാരണം പൊടിക്ക് എപ്പോഴും മഞ്ഞ കളർ ഉണങ്ങിക്കഴിഞ്ഞാലേ അതിൻ്റെ കളർ മാറുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഊറ്റി നോക്കാം ഉണങ്ങാൻ വെക്കാനായോ എന്നുള്ളത്. ദിവസം 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ വെള്ളം തെളിയുന്നതനുസരിച്ച് ഇതുപോലെ ഊറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ തെളിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ അവസാനം നമ്മൾ ഈ ഉണങ്ങാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഊറ്റുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ഊറ്റണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഊറ്റി കഴിഞ്ഞതിന് വെയിറ്റ് പൊടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് മുമ്പോട്ട് വരും, വെള്ളത്തിനേക്കാളും മുമ്പിൽ വരും. അപ്പം നമ്മൾ ചെരിച്ച് എവിടെയൊക്കെ വെച്ച് കുറേശ്ശെ ആയിട്ട് വെള്ളം ഊറ്റിയെടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണക്കിയെടുക്കാം. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ, എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉണക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെരിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചാടിപ്പോവും. കുറേശ്ശെ ആയിട്ട് ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് ഊറ്റുക. അപ്പോൾ വരുന്നതനുസരിച്ച് ഊറ്റി കളഞ്ഞാൽ മതി. ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊടി പോകും. ഇത് പാത്രത്തിൽ ഇരുന്നപ്പോൾ പൊടിയൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊരു നല്ല തുണിയിൽ വിരിച്ചിട്ട് ഉണങ്ങുന്നതനുസരിച്ച് ഇങ്ങനെ പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ പൊടിയൊക്കെ ഉണങ്ങിയെടുത്തതാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ഒരു ലെവലാകുന്നത് വരെ ഉണക്കിയെടുക്കണം. കണ്ടോ നല്ലോണം പൊടിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ കൂവ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടോ
കളറൊക്കെ മാറി. അപ്പം ഞങ്ങൾ കൂവപ്പൊടി ഉപയോഗിച്ച് കുറുക്കുണ്ടാക്കിയതാട്ടോ. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമാണത്. അപ്പം തേങ്ങയും പാലും പഞ്ചസാരയോ കുഞ്ഞു മക്കൾക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ തേങ്ങയൊന്നും ഇടരുത്, കൽക്കണ്ടമൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. ഇതിപ്പോൾ നമുക്ക് വലിയവർക്കൊക്കെ തിന്നാനല്ല, അപ്പോൾ തേങ്ങയും ഞങ്ങൾ പഞ്ചസാര ഇട്ട കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പം ഇതുപോലെ അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ടാക്കി ഇനി മുതൽ ഉണ്ടാക്കി നോക്കണം. ഒരുപാട് ഔഷധ ഗുണങ്ങളും അതുപോലെ യാതൊരുവിധ മായവും ചേരാത്ത ഒന്നാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.